ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു പുതിയ വ്ളോഗറാണല്ലോ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആ വീക്ക് ഫുള്ളിങ്ങനെ പുഷ് ചെയ്തിട്ടിട്ട് ഒരു ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് കുറച്ച് ഗ്രീനറിയൊക്കെയുള്ള ചമ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ പോയി. അപ്പോൾ നമ്മൾ കാറിലാണ് പോയത്. പോയ വഴിക്ക് അടിപൊളിയായിരുന്നു. നല്ലൊരു ഗ്രാമമാണ് ചമ്പക്കുളം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ബ്രിഡ്ജോ അങ്ങനെ എന്തോ സംഭവത്തിന് പണി നടക്കുന്ന കാരണം അവിടെ റോഡ് കുറച്ച് സമയം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് വണ്ടി വിട്ടിട്ട് പിന്നെ മാത്രം അടുത്ത സൈഡിലത്തെ വണ്ടികളിങ്ങനെ വിടത്തുള്ളൂ. അപ്പോൾ അവിടെ റോഡിൽ കണ്ടൊരു വലിയ മരവും അതിൻ്റെ പുറകിൽ നല്ല പാടവും അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റീലല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഈ ഇമേജ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി അതൊക്കെ എടുത്തതാണ്. എൻ്റെ വീട് തൊടുപുഴ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല. അതായത് ഈ പാടങ്ങൾ, പിന്നെ നല്ല തോട്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാനില്ല. തൊടുപുഴ കൂടുതൽ ഇങ്ങനെ മലയും കുന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ പാടം ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇറങ്ങി നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പറ്റത്തില്ല. കാരണം ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് അത്രയ്ക്ക് അങ്ങ് ഇറങ്ങാനായിട്ട് ഒരു ഇതില്ലായിരുന്നു, ചെളിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു കൊച്ചു ട്രിപ്പായിരുന്നു ഇതുണ്ടായിരുന്നു അവിടെ. പിന്നെ പെട്ടെന്ന് പോകേണ്ട തിരക്കുള്ളത് കാരണം അങ്ങനെ ഇറങ്ങി എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്നാലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഇറങ്ങി പാടത്തിന് നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കണം, സിനിമയിലൊക്കെ കാണുന്ന പോലെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഓടണം, എന്നിട്ട് വീഡിയോ സ്ലോ മോലാക്കണം എന്നൊക്കെ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് സെൽഫ് ലവ് ഓടിച്ചു കേസ്. ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ തന്നെ വീഡിയോ എടുക്കുവാണ്. അന്നേരം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഡെഫിനറ്റ്ലി സെൽഫ് ലവ് എന്നാണ് പറയത്തുള്ളൂ. കാരണം നമ്മൾ സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഓരോ ഫ്ലോസും മിസ്റ്റേക്സും കാര്യങ്ങളുമൊക്കെ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. നമ്മൾ മാത്രമാണ് അത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളെ കാണാനൊന്നും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അവർ പറയും, ഓ നിന്നെ കാണാൻ ഗ്ലാമറില്ല, ലുക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്കുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും അങ്ങ് 100ൽ വെച്ചേക്കണം. അപ്പം എന്ത് ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇതെൻ്റെ ഇന്നത്തെ ഒരു ചെറിയ മോട്ടിവേഷൻ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാർ അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇറങ്ങി ഇങ്ങനെ പാടത്തിൻ്റെ കൂടെ സെൽഫി വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. മൈൻഡൊക്കെ ഭയങ്കര പീസ്ഫുൾ ആവുന്ന പോലത്തെ നല്ലൊരു വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലും താഴെ റോഡ് പോകുന്നുണ്ട്. അതിൽ മേലെയുള്ള റോഡ് ആലപ്പുഴ എന്നായിരുന്നു വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ആ റോഡ് തന്നെ പിടിച്ച് പോകാമെന്ന് വെച്ചു. ഇതവിടെ ഉണ്ടായിരുന്ന ഏതൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണെടുത്ത് എന്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാ സീനറിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം അടിപൊളി എന്ന് പറയാൻ മാത്രമേ എനിക്ക് നേരമുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു തെറാപ്പിയാണ് ഷോപ്പിംഗ് എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് റിലയൻസ് മാളിലോട്ടാണ്. അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. പക്ഷേ റിലയൻസിൻ്റെ സ്റ്റോറുണ്ട് അവിടെ, പിന്നെ ട്രെൻഡ്സ് ഉണ്ട്, റിലയൻസ് ഡിജിറ്റൽ, അങ്ങനത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ശരിക്കും ഷോപ്പിങ്ങിന് പോയപ്പോൾ എൻ്റെ ഉദ്ദേശം ഫേസ് മാസ്ക് മേടിക്കുക, ഷാമ്പൂ മേടിക്കുക, ഇത് രണ്ടും മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയൊന്നും അല്ല കേട്ടോ. വേറെ കുറേ സാധനങ്ങളൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നത് ഇല്ലാത്തതുമായിട്ട് അവിടെ കണ്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടി. അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്ത ഐറ്റമാണ് ഗീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗീക്ക് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഓണൊക്കെയല്ലേ വരണത്, ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗീ ഇടും, പിന്നെ ഗീ റൈസൊക്കെ ഉണ്ടെങ്കിൽ ഗീ ഇടാം, അങ്ങനെയൊക്കെ ആലോചിച്ചു നമ്മൾ ഗീ എടുത്തു. പിന്നെ കുറേ ഫേസ് മാസ്ക്, ഈ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സീറമുള്ള ഫേസ് മാസ്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം കുറേ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇത് കിട്ടാനില്ല. പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ജസ്റ്റ് ഇങ്ങനെ പെറുക്കിയെടുത്തു. പിന്നെ എൻ്റെ ഷാമ്പൂ കണ്ടീഷണർ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ട്രെസ്മേൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. സോ വേറൊന്നും ഇപ്പം എനിക്ക് നല്ല ഹെയർ ഫോൾ ഉള്ള കാരണം വേറൊന്നും ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അത് തന്നെ പെറുക്കിയെടുത്തു. പിന്നെ നമ്മളിങ്ങനെ നോക്കുകയാണ്, എല്ലാത്തിനും ഓഫറുണ്ട്. ബിസ്ക്കറ്റ്സൊക്കെ അടുക്കി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ, മഞ്ഞ പച്ച കളറൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ എല്ലാം നോക്കി എത്ര ഓഫുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നോക്കി ഇങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ട്രോളിയും തള്ളിക്കൊണ്ട്. പിന്നെ എനിക്ക് 2 സാധനങ്ങൾ എടുക്കാനുള്ളെങ്കിൽ പോലും ഞാൻ ചെല്ലുമ്പോൾ തന്നെ ട്രോളി എടുക്കും. ആക്ച്വലി ആ ട്രോളി എടുക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ അതിനകത്തോട്ട് വാരി ഇടും. എന്നാലും അങ്ങനെ ട്രോളി എടുത്തു. പിന്നെ നൂഡിൽസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കരുതി ക്യാമറ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതിനെക്കാട്ടി ഭേദം ട്രോളിയിൽ വെക്കല്ലേ എന്ന് കരുതി ട്രോളിയിൽ അങ്ങനെ വെച്ചിട്ട് നൈസായിട്ട് അതിലോട്ട് നടന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഇങ്ങനെ പോവാണ്.
അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സെൽഫ് ലവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ലൈഫിലെ നമ്മളെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ അടുത്ത ദിവസം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്കുള്ള കോൺഫിഡൻസ് നമ്മളെപ്പോഴും 100 ആക്കി വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നിനും ഈ ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ഈ കോൺഫിഡൻസ് വരുന്നത് സെൽഫ് ലവിൽ നിന്നാണ്. അതായത് നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് ഈ കോൺഫിഡൻസ് വരുന്നത്. അങ്ങനെ ഇത് രണ്ടും ശരിക്കും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. പിന്നെ സെൽഫ് ലവ് കുറച്ച് കുറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് എങ്ങനെ കൂട്ടാം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കിപ്പം വേറൊരാളെ, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞു വാവേനെ ഇഷ്ടമാണെന്ന് വെച്ചു. അപ്പം നിങ്ങൾ ആ കുഞ്ഞു വാവയ്ക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും? ആ വാവയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി കൊടുക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ്, ഉടുപ്പ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടണം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്, എങ്ങനെ ഇടും ഇത്, അല്ലെങ്കിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നും? അതങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ പാട്ട് പാടുന്ന ആളല്ല, പക്ഷേ നിങ്ങൾക്ക് ഉറക്കെ പാട്ട് പാടാൻ ഇഷ്ടമാണ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. അങ്ങനെ നിങ്ങൾ പാടി നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കിങ്ങിൽ കയറിയിട്ടോ. ചിക്കിങ് കയറിയിട്ട് വലിയ സംഭവമൊന്നും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം വാവ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഷോപ്പിങ്ങും പിന്നെ ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ നല്ലൊരു വീക്കെൻഡ്, ഒരു മൂവി കാണാതെ എങ്ങനെയാണ് എൻഡ് ചെയ്യുക? അപ്പോൾ രായൻ മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ മൂവിയൊക്കെ വാച്ച് ചെയ്തു. നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പെറ്റ് ക്യാറ്റ് അതിന് ഫ്രണ്ടിനോട് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ. സോ ഈ മൂവിയും വാച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീക്കെൻഡ്. ഇതൊരു അടിപൊളി വീക്കാവട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും. വീണ്ടും ഒരു വ്ളോഗായിട്ട് കാണാം. അതുവരെയും ടാറ്റ, ബൈ, ടേക്ക് കെയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ലവിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.